സോ ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു ആംപ്ലിഫയറിൻ്റെ പുതിയ മോഡൽ പരിചയപ്പെടുത്താനാണ് എത്തിയിരിക്കുന്നത്. ഇതുപോലൊരു മോഡൽ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കാര്യം, നമ്മൾ ഒരു ആംപ്ലിഫയറിലും ഡിസൈനിങ്ങിനകത്ത് ക്രോം എന്ന് പറയുന്ന കളർ യൂസ് ചെയ്തിട്ടില്ല. സോ ഇന്നത്തെ ആംപ്ലിഫയറിനകത്ത് നമ്മൾ ക്രോം ഡിസൈനിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രത്യേക ഒരു ടച്ച് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല ഒരു ഡോൾബി ബേസ്ഡ് DTS ആംപ്ലിഫയർ ആണ്. സോ ഫ്രണ്ട്സ്, വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ബിഗിൻ. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്, ആ മണി നൈസ് അടിച്ചേക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ. ഇതൊരു 5.2 ആംപ്ലിഫയർ ആണ്. മാത്രമല്ല നമ്മളിതൊരു ക്രോമിയം ടച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ നമ്മുടെ ആംപ്ലിഫയേഴ്സിൽ ഒന്നും തന്നെ ഈ ഒരു ക്രോമിയം കൊണ്ടുവന്നിട്ടില്ല, സിൽവർ കളേഴ്സ് കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ പുതിയൊരു മോഡൽ പോലെ നമ്മൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ ക്രോമിയം എഡിഷൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാ ആംപ്ലിഫയർ മോഡലിനകത്തും ഈ ക്രോമിയം എഡിഷൻ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ക്രോമിയം കളർ ഇഷ്ടമാണെങ്കിൽ. ബാക്ക് പാനലോട്ട് പോകുകയാണെങ്കിലും ബാക്ക് നമ്മൾ പാനൽ ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു ഡോൾബി DTS ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്. ഇതിൻ്റെ റിമോട്ട് കിറ്റിൻ്റെ റിവ്യൂ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആസ്ട്ര കിറ്റിൻ്റെ പുതിയ വേർഷനാണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, അപ്പം നല്ല ഔട്ട്പുട്ടുള്ളൊരു നല്ല വാട്ട്സ്, നല്ല പവർ ഹാൻഡ്ലിംഗ് ശേഷിയുള്ളൊരു ആംപ്ലിഫയർ ആണിത്. നമ്മളിതിൻ്റെ ആ ഒരു ക്രോമിയം ടച്ച് കിട്ടാൻ വേണ്ടി തന്നെ അതിൻ്റെ ആ നോബ്, അതുപോലെ തന്നെ ഫ്രണ്ടിൽ ആ ഒരു ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ അതിനൊരു ബാഡ്ജിങ്ങും, അതിൻ്റെ ആംപ്ലിഫയർ ഫീറ്റ് അടക്കം നമ്മൾ സിൽവർ കളർ, ക്രോം കളറിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു ലുക്കുള്ളൊരു ആംപ്ലിഫയർ ആണ്. മാത്രവുമല്ല ഈ പറഞ്ഞ കുറച്ചധികം സോഫ്റ്റ്വെയർ സപ്പോർട്ട് കൂടിയ ഒരു ആംപ്ലിഫയർ കൂടിയാണിത്. ഇതിൻ്റെ ക്യാബിനിലേക്ക് വരികയാണെങ്കിൽ ക്യാബിന് നമുക്ക് സൈഡിലൊന്നും വെൻറ്റില്ലാത്തതുകൊണ്ട് നമുക്കവിടെ ഡ്രിൽ ചെയ്ത് വെൻറ്റിടേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. മാത്രവുമല്ല ഈ ക്യാബിന് പലതും നമ്മൾ മേടിക്കുന്നതിന് പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി വളരെ മോശമാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത് പെയിൻറ്റ് ചെയ്യേണ്ടുന്നൊരവസ്ഥയാണ് വന്നിരിക്കുന്നത്. സോ നോർമലി നമ്മളൊരു ആംപ്ലിഫയർ ചെയ്യുന്ന പോലെ തന്നെ ഇതിന് 2 നോബാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ ഒന്ന് മാസ്റ്റർ കൺട്രോളും, എൻകോഡർ പോലുള്ള മാസ്റ്റർ കൺട്രോളാണ്. പിന്നെ സബിനൊരു വോളിയവും, 2 സബിനും ഒറ്റ വോളിയം തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു USB ഒരു സോക്കറ്റ് അവിടെ വന്നിട്ടുണ്ട്. ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ 3 പിൻ AC സോക്കറ്റ് ഉണ്ട്, ഫ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ പവർ ഓൺ ഓഫ് ഉണ്ട്. മെയിൻ പവറും സബും ഓൺ ഓഫ് ഉണ്ട്. എല്ലാ ഔട്ട്പുട്ടിനും നമ്മൾ ബനാന സോക്കറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല ക്വാളിറ്റിയുള്ള സോക്കറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, നോർമൽ സോക്കറ്റ്സ് അല്ല. അത്യാവശ്യം നല്ല വില കൂടിയ സോക്കറ്റ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിലൊരു കൂളിംഗ് ഫാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീക്കേഴ്സിൻ്റെ എല്ലാ ഔട്ട്പുട്ട് അറേഞ്ച്മെൻറ്റ്സും നമ്മൾ ഒന്നാക്കി ചെയ്തിട്ടുണ്ട്. ഈ റിമോട്ട് കിറ്റ് നിങ്ങൾക്ക് പരിചയമുണ്ട്, മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയതാണ്. ഇതിന് ഇൻപുട്ട്സ് വന്നേക്കുന്നത് ഒരു 5.1 ഇൻപുട്ട്, ഒരു ഓക്സ് ഇൻപുട്ട്, 2 കോയാക്സിൽ, ഒരു ഒപ്റ്റിക്കലാണ് ഇൻപുട്ടായിട്ട് വന്നേക്കുന്നത്. ബ്ലൂടൂത്ത് ഇൻപുട്ടുണ്ട്, USB ഇൻപുട്ടുണ്ട്. HDMI ഇൻപുട്ട് ഇതിന് അപ്ഡേഷനായിട്ട് വന്നിട്ടില്ല. സോ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ബേസിക്കായിട്ട് നമുക്ക് പറയാനുള്ളത്. വളരെ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ആംപ്ലിഫയർ ആണ്. നമുക്കിനിയിപ്പോൾ ഇത് തുറന്ന് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫ്രണ്ട്സ്, നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 ട്രാൻസ്ഫോമറാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 ട്രാൻസ്ഫോമറും 14 ആംപിയറാണ് യൂസ് ചെയ്തേക്കുന്നത്. ചെറിയ ട്രാൻസ്ഫോമറല്ല, 4-5 ഹൈറ്റിൽ ചെയ്തിരിക്കുന്ന 14 ആംപിയർ ട്രാൻസ്ഫോമറാണ് 2 എണ്ണവും. 2 സൈഡിലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ വെയിറ്റ് ബാലൻസിങ് നല്ല ഈസി ആയിട്ട് നമുക്കിനകത്ത് കിട്ടുന്നുണ്ട്. കാരണം ചില ആംപ്ലിഫയർ നമ്മൾ ഒരു സൈഡിലേക്ക് വെക്കുമ്പോൾ ചെറിയൊരു അൺബാലൻസ് ആവുമെങ്കിലും ആംപ്ലിഫയേഴ്സ് നമ്മൾ എല്ലായിടത്തും എടുത്തൊന്നും നടക്കുന്നതൊന്നുമില്ലല്ലോ, വെച്ചാൽ അവിടെ തന്നെ ഇരിക്കുകയല്ലേ. സോ ഇത് കുറച്ചുകൂടെ ബാലൻസ്ഡ് ആണ്. പിന്നെ നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു കപ്പാസിറ്റർ രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. PCBക്കകത്ത് തന്നെയാണ് കപ്പാസിറ്റർ ചെയ്തേക്കുന്നത്. 6 കപ്പാസിറ്റർ, 4700 6 കപ്പാസിറ്റർ നമ്മൾ സബിനും 6 കപ്പാസിറ്റർ സ്പീക്കറിൻ്റെ ആംപ്ലിഫയറിന് കൊടുത്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ റിമോട്ട് കിറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കിറ്റാണിത്. ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. പിന്നെ സൗണ്ട് റൗണ്ട് സ്പീക്കർ പ്രൊട്ടക്ഷനാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ആംപ്ലിഫയറിൻ്റെ ബാക്ക് പാനലിലേക്ക് വരികയാണെങ്കിൽ മിക്കവാറുള്ള എല്ലാ കണക്ഷൻസും നമ്മൾ സ്ലീവ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോർഡിലേക്ക് വരുമ്പോഴാണെങ്കിൽ നമ്മൾ സ്റ്റീരിയോ ആംപ്ലിഫയർ ഉള്ള 3 ബോർഡാണ് വെച്ചിരിക്കുന്നത്. അതായത് 6 ചാനലുണ്ട്. 5.1 എന്ന് പറയുമെങ്കിലും 6 ചാനൽ നമുക്കുണ്ട്. സെൻട്രൽ ചാനൽ ഒരു എക്സ്ട്രാ ചാനലായിട്ട് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിന് 2 ചാനലായിട്ട്. ആംപ്ലിഫയർ ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ മെഗാടെക്കിൻ്റെ മോസ്ഫെറ്റിൻ്റെ സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ നല്ല ക്വാളിറ്റിയുള്ള ബോർഡ്സാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്, ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതും മെഗാടെക്കിൻ്റെ ഒരു ബോർഡാണ്. 2 ചാനൽ വരുന്ന സബ് വൂഫറിനുള്ള ബോർഡ്. അതിൻ്റെ ഹീറ്റ് സിങ്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹീറ്റ് സിങ്കാണ് അതിന് കൊടുത്തിരിക്കുന്നത്.
പിന്നെ ഇപ്പം ഈ ഒരു സ്പീക്കറിൻ്റെ ബോർഡിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല ഹീറ്റ് സിങ്ക് ആണ്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഫാനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനത്തെ അറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ഈ രീതിയിലല്ല ആംപ്ലിഫയേഴ്സ് ചെയ്യുന്നത്. നമ്മൾ ഈ ആംപ്ലിഫയർ ബോർഡുകൾ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹീറ്റ് പ്രൊട്ടക്ഷൻ വളരെ കുറവാണ്. മെഗാടെക്കിൻ്റെ ബോർഡുകൾ കുറച്ച് അധികം നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസും ക്വാളിറ്റിയുള്ള ഹീറ്റ് സിങ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഹീറ്റ് പ്രൊട്ടക്ഷൻ കുറവായിട്ട് നമുക്ക് ഈ രീതിയിൽ ഫാൻ വെച്ചാലും ഇത് ലോങ് ടേം റണ്ണിൽ അധികം ഹീറ്റ് ആവുകയില്ല. സോ ഇതിനകത്ത് നമ്മൾ 3 ഫാൻസ് കൊടുത്തിട്ടുണ്ട്, ഇന്നർ ഔട്ടറുമായിട്ട് ഫാൻസ് കൊടുത്തിട്ടുണ്ട്. സോ എയർ സർക്കുലേഷൻ നമ്മൾ നോക്കിയപ്പോൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഹീറ്റിംഗ് ഒക്കെ വളരെ വളരെ മിനിമലാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ട്രാൻസ്ഫോമറിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 27/27 ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്തിരിക്കുന്നത് രണ്ടെണ്ണത്തിലും. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 100 വാട്ട്സ് പെർ ചാനലാണ്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്, നമുക്ക് 2 ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരിക്കലും നമുക്ക് ഒരു 100ന് മുകളിലേക്ക് കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അത് തന്നെ കഷ്ടി പുഷ്ടി നമുക്ക് 100 കിട്ടുമെന്ന് തന്നെ പറയാം. അതാണ് ആക്ച്വൽ പവർ എന്ന് പറയുന്നത്. 2 ട്രാൻസ്ഫർ കൊണ്ട് നിങ്ങൾക്ക് 150, 180, 200 വാട്ട്സ് കിട്ടുകയാണെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതൊരു അപ്സൈഡ് ആയിട്ടുള്ള കാര്യമാണ്. അതൊരിക്കലും കിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും, ഇതുപോലുള്ള നോർമൽ മോസ്ഫെറ്റ് ട്രാൻസിസ്റ്റർ പോലുള്ള സർക്യൂട്ടുകളിൽ നിന്ന്. സോ 100 വാട്ട്സാണ് ഇതിൻ്റെ ഒരു പെർ ചാനൽ ഔട്ട്പുട്ട് വരുന്നത്. വളരെ നല്ല ഒരു ട്രാൻസ്ഫോമറും അതിനുള്ള പവർ സപ്ലൈ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ടും 100 വാട്ട്സ് കിട്ടും. സബിന് 200+200 വരുന്നത്. JBLൻ്റെ സബ് വൂഫർ ഈസി ആയിട്ട് റൺ ആവും. കാര്യം സോണിയുടെ ആംപ്ലിഫയേഴ്സ് ഉൾപ്പെടെ പലതും നമ്മൾ കാറാമ്പ് യൂസ് ചെയ്യുന്നതിന് 180 വാട്ട്സൊക്കെ ഉള്ളൂ BTL മോഡൽ നമുക്ക് കിട്ടുന്നത്. സോ 200 വാട്ട്സ് 4 ട്രാൻസ്ഫർ ബോർഡിനകത്ത് ഈസി വർക്കിംഗ് ആണ്. കാര്യം ഞാൻ എൻ്റെ ആംപ്ലിഫയറും എൻ്റെ സബ് വൂഫറും എല്ലാം ഇതിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. സോ ആംപ്ലിഫയർ ഓൺ ആകുമ്പോൾ തന്നെ നമുക്ക് കാണാം അതിനകത്ത് ബ്ലൂടൂത്തിൻ്റെ ആണ് ഓണായി വരുന്നത്, ആ ഒരു ഇൻപുട്ടാണ് ഓണായി വരുന്നത്. അതിന് ചെറിയ ഒരു ഫ്ലിക്കറിങ് നമുക്ക് കാണാം. അത് ഓൾറെഡി നിങ്ങൾക്കറിയാം, LED-യുടെ ഇത് നമ്മൾ വീഡിയോയ്ക്കകത്തെടുത്ത ഒരു ഫ്ലിക്കറിങ് വരും LED-ക്ക്. സോ ലൈറ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ആസ് നോർമൽ നമ്മൾ കൊടുക്കുന്ന ബ്ലൂ LED ലൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഡാർക്ക് റൂമിൽ ഇത് കാണാൻ നല്ല രസമാണ്. പിന്നെ നമ്മുടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ എല്ലാം ഓണായിട്ടുണ്ട്, ഫാനുകളെല്ലാം റണ്ണിങ് ആണ്. സോ ആംപ്ലിഫയർ ഫുള്ളി വർക്കിംഗ് സ്റ്റേജിലാണ്. നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ടെസ്റ്റ് ചെയ്തത് തന്നെ ബ്ലൂറേ പ്ലെയറിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഡോൾബി DTS പോലുള്ള ഫയൽസൊക്കെ ഇതിനകത്ത് അത്യാവശ്യം എടുക്കുന്നുണ്ട്. പിന്നെ ഫ്യൂടെക്കിൻ്റെ കിട്ടിൻ്റെ ഒരു പെർഫോമൻസ് പ്രതീക്ഷിക്കേണ്ട. കാര്യം ഫ്യൂടെക്ക് വേറൊരു ഡീകോഡർ വെച്ചാൽ സൈറസ് ലോജിക്കിൻ്റെ ക്രിസ്റ്റലിൻ്റെ ഡീകോഡർ വെച്ചാണ് അത് വർക്ക് ചെയ്യുന്നത്. സോ അത് കുറച്ചും കൂടെ ഒക്കെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഡീകോഡറാണ്. അതിൻ്റെ അത്രയും പെർഫോമൻസ് ഇതിൽ പ്രതീക്ഷിക്കേണ്ടെങ്കിലും നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് ഇതിൽ കിട്ടുന്നുണ്ട്. നമ്മളിത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തതുകൊണ്ട് തന്നെ നോയിസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്കാ സൈലൻ്റ് ആണ് ഈ ആംപ്ലിഫയർ. എക്സ്ട്രാ ഒരു സബ് വൂഫർ ഫിൽറ്റർ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കാര്യം അതിൽ നിന്ന് വരുന്ന ഫിൽറ്ററിന് ഗെയിൻ കുറവായതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഒരു ഫിൽറ്റർ കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റിമോട്ട് കിറ്റിനകത്ത് ഒരുപാട് അധികം ഓപ്ഷൻസ് ഉണ്ട്. അത് അതിൻ്റെ ഒരു അതിൻ്റെ കൂടെ കിട്ടുന്ന മാനുവൽ നമ്മൾ യൂസ് ചെയ്യാതിരുന്ന വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു റിമോട്ട് കിറ്റാണത്. ലോ പാസ് ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി അടക്കമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനൊക്കെ അതിനകത്ത് കുറേ അധികം ഓപ്ഷനുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ 5.2 അഥവാ 6.2 എന്ന് വേണമെങ്കിൽ വിളിക്കാം. 6 ചാനലും 2 സബും. ആംപ്ലിഫയർ 100 വാട്ട്സ് പെർ ചാനലാണ് ഔട്ട്പുട്ട് വരുന്നത്. 200+200 സബിന് വരുന്നത്. സോ ഈ ഒരു ആംപ്ലിഫയറിന് നമുക്ക് ഇവിടെ പ്രൈസ് വരുന്ന ശേഷം 21,500 നമ്മളിവിടെ മേടിക്കുന്നത്. പിന്നെ ഇതിൻ്റെ 6 ട്രാൻസ്ഫർ ബോർഡ് വെച്ച് വരുന്ന സബിന് 6 ട്രാൻസ്ഫർ ബോർഡ് ഇടാം. അതിന് 22,500 വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് എൻക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശ് ഫ്രം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.